ആ കള്ളം നമ്പീശൻ ഇവിടെ ഉണ്ടാവും. ഓടാൻ ശ്രമിക്കും, വിടരുത്. ആരാ? എവിടുന്ന് വരുന്നു? പന്നി. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പന്നി വിളിക്കുന്നോടാ പന്നി. അയ്യോ, വിൽക്കാനാണ്. ഞങ്ങൾ നമ്പീശനെ തേടി വന്ന. എന്താ കാര്യം? കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? പുള്ളിക്കാരൻ ഞങ്ങളുടെ ഒരു വീട് വെക്കുന്ന കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. നീ എന്തിനാണ് അവരെ പന്നിന്ന് വിളിച്ചത്? പന്നിയങ്കരയെന്ന് വരികയെന്ന് പറയാൻ തുടങ്ങിയതാ. പന്നിയില് കൊടക്കി. ലോകത്ത് കോടാനകോടി സ്ഥലങ്ങളുണ്ട്. നുണ പറയാൻ നിനക്ക് ഈ ഒരു പേര് മാത്രമേ കിട്ടുള്ളൂ. ഇതാണടാ വിക്കം വിവരക്കേട് ഒന്നിച്ചു വന്നുള്ള കുഴപ്പം. കഴുത. നീ പോടാച്ചാ, നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കട്ടാ. എന്നെ ചീത്ത പറയാൻ നിനക്ക് ഒരു വിക്കൂല്ല അല്ലേ? ആ കൊടയിങ്ങിത്താ. എന്തിന്? ഇനിയും തെറി വിളിച്ചാ കണ്ണി വെച്ച് കുത്തി തരും. എലീനയുടെ ഐഡിയ കൊള്ളാം. അതെന്താ? ആ കാലമാടം പല്ല് പറിച്ച ശേഷം ഇങ്ങനെ ഒരു സൈഡിൽ കൂടി വിസിൽ വെക്കൊണ്ടിരിക്കും. തോമാച്ചന്റെ ലോക്കറിൽ നിന്ന് പണം എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ഏത് ബാങ്കിലാ അയാളുടെ ലോക്കർ? ATC ബാങ്കിലെ നമ്പർ 32. സാവിത്രിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ താക്കോല് തോമാച്ചന്റെ അല്ല. പണമില്ലല്ലോ, സാരമില്ല, നമുക്ക് ഒളിച്ചോടാം. മാലയുടെ കാര്യം എന്തായി? ഓ സോറി, ഞാനത് മറന്നു. How sweet of you, നമ്പിയേട്ടാ. I love you. നമ്പിയേട്ടാ, I love you. ഇനി മുതൽ ചേട്ടൻ എന്റെയാ. ഞാൻ ചേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. We are going to enjoy this evening. Come on. ചേട്ടനൊക്കെ അഴിച്ചു വെച്ച് ഫ്രീ ആയിട്ട് വരൂ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ നമ്പേട്ടന്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്യണ്ടേ? അല്ലാതെ എങ്ങനെ എന്നെ കിട്ടുന്നേ? അവളോട് പണി നോക്കാൻ പറ. അവൾ എന്റെ ഭാര്യയല്ല, സൂർപ്പണക. എലീനയാണ് എനിക്കിനി എല്ലാം. നിന്റെ മുമ്പിൽ എന്റെ ഭാര്യ വെറും ചൊറി തവളയാണ്. നമ്മൾ രണ്ടും മാത്രമുള്ള സ്വർഗത്തിലേക്ക് അവള് കടന്നു വന്നാലേ അവളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വൃത്തികെട്ട ശവം, മൂത് കിഴവി. പണ്ടാരം അടങ്ങാൻ ബേനിയിൽ ഉടക്കി. എലീന, ഇതൊന്നൊന്ന് ഊരി തന്നെ. സാരിയൊക്കെ എടുത്ത് കിടില കേസായിട്ട് വന്നിരിക്കണല്ലേ. ടാക്സി. താൻ എന്താണോ പൊതുവാളായി പറയുന്നത്? അതേന്ന്, അതുകൊണ്ടല്ലേ രാമവർമ്മ സാർ ഉടനെ അമേരിക്കയിൽ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഈ കേട്ടതൊന്നും എനിക്ക് സഹിക്കാനാവണില്ല. അതെ, അതാണ് വിധി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, കുഞ്ഞുണ്ണി 6 മാസം കഴിഞ്ഞേ വരുമെന്ന് ടെലഗ്രാം അയച്ചത് ഞാനാ. കാര്യങ്ങൾ അറിയിക്കാൻ രേവതി ഇങ്ങോട്ട് അയച്ചതുവാ. ഇവിടെ രേവതിയും ഇല്ല, പുരുരുട്ടാതിയും ഇല്ല. 2 കള്ളപ്പന്നികൾ തമ്പ്രാന്റെ മുമ്പിൽ കിടന്ന് കുഞ്ഞുണ്ണി ചരിതം ആട്ടക്കഥ ആടിക്കൊണ്ടിരിക്കുക. അവന്മാർ അവിടുന്ന് എല്ലാം അടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഈ കള്ളക്കളി ഒന്ന് അവസാനിപ്പിക്കണം. എന്നാ ഇനി താമസിക്കണ്ട, താൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്തോളൂ. എത്ര നേരം ഒരു ടാക്സി ഇതുവരെ കിട്ടിയില്ലേ? എയറോപ്ലെയിൻ ഓടിക്കുന്നതിനേക്കാളും വലിയ പോസായി ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക്. CBI ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയല്ലേ ചോദിക്കണേ, എവിടേക്കാ പോണേ, എന്തിനാ പോണേ? ഞാൻ ഇവിടെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്തി തുടിക്കാൻ. ഒരു ടാക്സി. ഇതും പോയി.
അച്ചച്ച, ആ എല്ലാം നീ തന്നെ ഏൽപ്പിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്ക് ഓർമ്മയുണ്ടോ? 2013 കുന്നിക്കുരു ഉണ്ടായിരുന്നു. നീ വരുന്നതിന്റെ തലേന്നും ഞാൻ എണ്ണി നോക്കി വെച്ചതാ. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, പോകാം. ദുബായിക്ക് പോകാനുള്ള പണം അടയ്ക്കേണ്ട അവസാന ദിവസമല്ലേ നാളെ. ദാ 2 പേർക്കുള്ള പണം. കക്കാനും മോഷ്ടിക്കാനും നിൽക്കണ്ട. ദാനം തരുന്നതായിട്ട് കരുതുകയും വേണ്ട. ചെയ്ത അധ്വാനത്തിനുള്ള കൂലിയാണിത്. ഇത്രയും നാൾ നിങ്ങളിവിടെ നിന്നതിന്, ആ പാവം തമ്പുരാനെയും തമ്പുരാട്ടിയും ചിരിപ്പിച്ചതിന്, സന്തോഷിപ്പിച്ചതിന്, ആടിപ്പാടി രസിപ്പിച്ചതിന്. കുഞ്ഞുണ്ണി എവിടെ പോയി എന്നുള്ളതിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. പൊയ്ക്കോളൂ. നിങ്ങളിവിടെ ഒന്നും ചോദിക്കണ്ട. നിങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ? പോകാം. എനിക്ക് ഈ കുടുംബവുമായി ചില ബന്ധങ്ങളും കടപ്പാടുകളും ഒക്കെയുണ്ട്. അത് തീർത്തിട്ട് ഞാനും പോവും. അത്രയൊക്കെ അറിഞ്ഞാൽ മതി ഇപ്പോൾ. ഗുഡ് ബൈ. കൈ കിട്ടിയ കാശും കൊണ്ട് അവന്മാർ മുങ്ങി. വിസയില്ല, കാശുമില്ല, ഒക്കെ തട്ടിപ്പായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കണം എന്ന് പണ്ടുള്ളവർ പറയും. അത് ശരിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപമാ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ബാക്കിയുള്ളതോട് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ജീവിതത്തിൽ തന്നെ മോക്ഷം കിട്ടിയേക്കും. ഇതിലുള്ളതിന്റെ പാതി നിന്റെയാ. നമുക്കത് വേണ്ട. പിന്നെ ആരെയും പറ്റിച്ചും തട്ടിച്ചും നമുക്കൊന്നും ആവാനാവില്ലല്ലോ. എന്നാരോട് പറഞ്ഞു? ആരും ആരോട് പറഞ്ഞതല്ല, നമ്മുടെ അനുഭവമാണ് പറഞ്ഞത്. ശപിക്കപ്പെട്ടവരാണ് നമ്മൾ. കൂടുതൽ ശാപങ്ങൾ വാങ്ങിച്ച് തലേ കേട്ടണ്ടോ? നീ വാ. ഉള്ളതെല്ലാം പോയി കിട്ടി. ഇനി ഇത് മാത്രമേ ഉള്ളൂ ബാക്കി. ഇതും പോവും. എങ്ങനെ? എങ്ങനെയെങ്കിലും. നീ നമ്പീശനെ പറ്റിച്ച് വിസയ്ക്ക് കൊടുത്ത പണം പോയില്ലേ? മോഷ്ടിച്ച പണം പോയില്ലേ? ഇതും നമുക്ക് വിധിച്ച പണമല്ല. തിരികെ കൊണ്ട് കൊടുത്തേക്കാം. എന്നിട്ട് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കാം. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് ഉറങ്ങെങ്കിലും ചെയ്യടാ. എവിടെ കിടന്നു? റെയിൽവേ സ്റ്റേഷനിലാ? അതോ ബസ് സ്റ്റാൻഡിലോ? അതോ ഇവിടോ? നീ പോടാ. നിനക്ക് ഭ്രാന്താ. ഞാനില്ല. ഈ പണം തട്ടിച്ചോ മോട്ടിച്ചോ ഒന്നുമല്ല, നമുക്ക് തന്നതാ. എന്തിന്? അവരെ പറഞ്ഞു പറ്റിച്ചേനോ? കണ്ണ് കാണാത്ത ആ പാവം മനുഷ്യനെ തല്ലിയതിനോ? ആ പാവ സ്ത്രീ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചേനോ? നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പണം തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. നീ വേണേ പൊയ്ക്കോ. എനിക്ക് ജീവിക്കാൻ ഈ പണം വേണം. ഇതുപോലെ ഇതിനു മുൻപ് മോഷ്ടിച്ച പണം വെച്ച് വലുതാവുന്ന സ്വപ്നം കണ്ടവരാ നമ്മള്. ആകാശ കോട്ട കെട്ടിയവരാ നമ്മള്. ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും നീ കേൾക്കണം. ഈ പണം നമുക്ക് വേണ്ട, തിരിച്ചു കൊടുക്കണം. വിധിയെ പേടിച്ചോടാനൊന്നും എന്നെ കിട്ടത്തില്ല. ഈ 2 ലക്ഷം കൊണ്ട് ഞാൻ കോടികൾ ഉണ്ടാക്കും. എന്നിട്ടൊരു രാജാവിനെ പോലെ ഈ നഗരത്തിൽ ഞാൻ ഞെളിഞ്ഞു നടക്കൂടാ. എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാ. നിനക്കെന്നെ കൊന്നിട്ട് വേണമെങ്കിൽ കാശ് കൊണ്ടുപോകാം. ഞാനിത് തിരിച്ചു കൊടുക്കില്ല. അവസാനമായിട്ട് ചോദിക്കുക, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? എങ്ങോട്ടാടാ? ഞാനൊരു കൊട്ടാരം കെട്ടാൻ പോവുക. വരുന്നോ? നീ ഒരു കുടില് പോലും കെട്ടില്ല. നീ പറഞ്ഞ ശരിയാ. നിന്റെ വിധി ഈ തെരുവിൽ കിടന്ന് തെണ്ടാനാ. അനുഭവിച്ചോ. ഗുഡ് ബൈ. ആ പണം കൊണ്ട് നീ നന്നാവില്ല. പോടാ, പോയി തെണ്ട്. അതാ നിന്റെ തലയിലെടുത്ത്. പോയി തെണ്ടടാ. ഗോവിന്ദൻകുട്ടി, പോകരുത്. പോടാ. ശപിക്കുകയാണോ ഞാൻ നിന്നെ? ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. ചത്താലും നീ പുഴുത്തേ ചാവൂ. ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേ ചാവൂ. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേ ചാവൂ.
ആരാടാ അത് പൊതുവാണോ? അതേടാ പൊട്ടൻ കാണാരാ. ഇരിക്കടാ ഇവിടെ. അപ്പ അനുസരണ ഉണ്ട് നിനക്കല്ലേ? എടാ ഒരു പുള്ള് ഒറ്റയ്ക്ക് കേറ്റിട്ട് വന്നിരിക്കാൻ ഞാൻ. ഒരെണ്ണ അങ്ങോട്ട് തന്നാണ്ടല്ലോ നിന്റെ ചെവിക്കല് ഹെട്ടും തലേ എന്ന് പൊട്ടും. പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേക്കില്ല, മുഴു പൊട്ടൻ. കുറെ താടിയും മുടിയൊക്കെ അങ്ങോട്ട് വളർത്തി ഒരു വടിയും കുത്തി പിടിച്ചിരുന്ന തമ്പുരാനാ അതിലടാ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പേട്ട് തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോത്തേ ഇരിക്കടാ അവിടെ. അനുസരണം മറന്നോ? ആദ്യം തന്റെ സ്വന്തക്കാരും ബന്ധക്കാരും തന്നെ കുറെ പറ്റിച്ചു, പിന്നെ ഞാൻ തന്നെ കുറെ പറ്റിച്ചു. ഇപ്പൊ ഉണ്ണുണ്ണി കിണ്ണുണ്ണി എന്നൊക്കെ പറഞ്ഞ രണ്ട് അലവലാദികള് കുറെ നാളുകളായിട്ട് തന്നെ പറ്റിക്കണം. നിന്റെ ജീവിതം മുഴുവനും ഇങ്ങനെ ഓരോരുത്തരും പറ്റിച്ച് പറ്റിച്ച് നീ വടിയും കുത്തിപ്പിടിച്ച് കൊട്ടത്തേങ്ങ പോലെ കൊരഞ്ഞ് കൊരഞ്ഞ് ചാവും. അതാണ് നിന്റെ വിധി.